പശ്ചിമേഷ്യയിൽ യുദ്ധമേഘങ്ങൾ കട്ടിക്കൂടുമ്പോൾ ഇന്ത്യയുടെ നിലപാടെന്ത്? അതിലും വലിയ ചോദ്യം, കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന നയത്തെ എന്തുകൊണ്ട് കോൺഗ്രസ് തുറന്നെതിർക്കുന്നു? ഒരു വശത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ സമതുലിത നയം പിന്തുടരുന്നുവെന്ന് അവകാശപ്പെടുന്നു. മറ്റേ വശത്ത് സോണിയാഗാന്ധി ചോദിക്കുന്നു, ഇന്ത്യയുടെ വിദേശ നയം ആരുടെ സമ്മർദ്ദത്തിൽ? കോൺഗ്രസിന്റെ ആരോപണങ്ങൾ, ഇറാൻ വിഷയത്തിൽ കേന്ദ്രത്തിന്റെ നിലപാടിൽ വ്യക്തതയില്ല. അമേരിക്ക ഇസ്രായേൽ ബന്ധം മുൻനിർത്തി ഇന്ത്യയുടെ താൽപര്യങ്ങൾ, ചാബഹാർ പോലുള്ള തന്ത്രപ്രധാന പദ്ധതികൾ അപകടത്തിലാക്കുന്നു. ഊർജ്ജ സുരക്ഷയിൽ അനിശ്ചിതത്വം ഉണ്ടാക്കുന്നു. ഗൾഫ് മേഖലയിലേക്ക് തീപ്പൊരി ചിതറുമ്പോൾ ചോദ്യം കടുപ്പമാവുകയാണ്. ഗൾഫ് രാജ്യങ്ങളിലായി 1 കോടിയോളം ഇന്ത്യൻ പ്രവാസികൾ ജീവിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യക്ക് ഇറാനൊപ്പം നിൽക്കാൻ കഴിയുമോ? ഒരു വശത്ത് അമേരിക്കയും ഇസ്രയേലും ഇറാനുമായുള്ള ഇന്ത്യയുടെ തന്ത്രപ്രധാന ബന്ധങ്ങൾ, മറുവശത്ത് ഗൾഫ് രാജ്യങ്ങളിലെ ഇന്ത്യൻ ജനസാന്നിധ്യം. ആരോടും ചേർന്ന് നിൽക്കാതെ സംവാദവും സമാധാനവും ആവശ്യപ്പെടുന്ന നിലപാട്. ദേശീയ താൽപര്യം കണക്കിലെടുത്തുള്ള നയതന്ത്ര മൗനം മുതലെടുക്കാനോ ഇപ്പോൾ കോൺഗ്രസിന്റെ തന്ത്രം? ഇറാനെതിരായ പഴയ കോൺഗ്രസ് നിലപാട് മറച്ചുവെച്ചു സോണിയാഗാന്ധി.